മൂക്കും മറ്റവയവങ്ങൾക്കും ഭംഗം നേരിടുമെന്ന് മാത്രം. ഓ പിന്നെ ഇയാള് പറഞ്ഞ ഉടനെ അങ്ങ് നടക്കുകയല്ലേ, ഓലക്കേടെ മൂട്. പിന്നെ മുന്നിൽ കാണുന്നത് പറയാനല്ലോ അല്ലേ? പറയണം തിരുമേനി. ഇക്കൂട്ടത്തിൽ ഒരു ദമ്പതികൾക്ക് വിരഹദുഃഖം വിധിച്ചിട്ടുണ്ട്. ദൈവമേ അനുഗ്രഹിക്കണേ. ഭാര്യ മരണത്തിന്റെ വക്കുവരെ എത്തും. അയ്യോ, ശേഷം ചിന്തിയം. ആ അങ്ങനെ നല്ല കാര്യങ്ങൾ പറയുകയാണ്. തിരുമേനി, അത് ആർക്കാണെന്ന് അത് മാത്രം കാഴ്ചയിൽ തെളിയുന്നില്ല. ഒരു വനപ്രദേശമാണ് മുന്നിൽ കാണുന്നത്. തിരുമേനി, പരിഹാരം ഒന്നുമില്ലേ? വിധി കൽപ്പിതമായതിന് പരിഹാരമില്ല. എന്നാൽ ആപത്തിന്റെ ആഘാതം കുറയ്ക്കാനാകും. മൃത്യുഞ്ജയ പൂജ, ഹോമം ഒക്കെ നല്ലതാണ്. പിന്നെ ദാ ആ കുട്ടിയുടെ കുഞ്ഞിനു വേണ്ടി ഉണ്ണിക്കണ്ണനും ഒരു പൂജ ചെയ്യാം. കുഞ്ഞിന് ഉണ്ണിക്കണ്ണന്റെ കാവലുണ്ട്. തിരുമേനി എന്തേ പറയുന്നേ? പ്രീതിയുടെ കുഞ്ഞിനോ? പ്രീതി, പ്രീതിയുടെ കുഞ്ഞ് അബോഷനായി പോയതല്ലേ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? തിരുമേനി, നാരായണൻ കാണിച്ചു തരുന്നത് ഞാൻ പറയുന്നു. വ്യാഖ്യാനം എന്റെ ചുമതലയല്ല. തിരുമേനി പറഞ്ഞത് ന്യായ അഭാമാൻറ്റി. ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് പ്രീതിയല്ലേ? പറയ് പ്രീതി. കണിമംഗലം വെറുതെ അങ്ങനെയൊന്നും പറയില്ല. ദേ, മറുപടി പറയേണ്ടത് നീയാ. നീ കുടുങ്ങി പ്രീതി. എന്റെ സംശയം ശരിയായി. ഇത്രയും പേർക്ക് മുന്നിൽ വെച്ച് ഉള്ള സത്യം പറയേ. സ്ഥലവും സന്ദർഭവും എല്ലാം പെർഫെക്റ്റ് ഫിറ്റ്. വന്നത് വെറുതെ ആയില്ല. സംഭവിക്കുന്നതെല്ലാം നല്ലതിന്. നിനക്കൊന്നും പറയാനില്ലേ? ഈശ്വര, പ്രീതി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷിക്കും? പ്രീതി, നിന്നോടാ പറഞ്ഞത് സത്യം പറയാൻ. എന്റെ ദേവി, ആ കുഞ്ഞിന്റെ കാര്യം. പ്രീതി, നീ ഒന്നും പറയാതിരുന്ന ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? അമ്മ, അത് പറഞ്ഞൂട്. വിഷ്ണുട്ടാ, അല്ലടി, നീ ഉള്ള സത്യം അമ്മോട് പറ. എടി, അബോഷനായപ്പോ കുഞ്ഞിന്റെ ആത്മശാന്തിക്ക് വേണ്ടിട്ടേ ശാരദാമ്മ ഉണ്ണിക്കണ്ണിന് പൂജ ചെയ്ത് നീ മറന്നുപോയോ? ആ ആത്മാവിനെ ഉണ്ണിക്കണ്ണന്റെ കാവലുണ്ടെന്നാണ് കണിമംഗലം തിരുമേനി പറഞ്ഞത്. നല്ല ആത്മാക്കള് ശ്രീരാമഭാഗത്തിലല്ലേ ലയിച്ചു വരുന്നത്. അല്ലേ തിരുമേനി? പറഞ്ഞുവല്ലോ, വ്യാഖ്യാനം എന്റെ ചുമതലയല്ല. ഇക്കാര്യം നിനക്കങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? അമ്മയോട് സത്യം പറയണമെന്നുണ്ട്. പക്ഷെ
സുസ്മിത അറിയുന്നത് കൊണ്ട് മാത്രം അമ്മേ. അമ്മേ, എനിക്ക് മാപ്പ് തരണേ. ഇനി മുഖ്യ പൂജയിലേക്ക് കടക്കാം. നീ അവിടെ പോയിക്ക്. പുണ്യഗ്രന്ഥമായ രാമായണം എടുത്തോണ്ട് വരിക. ശാലിനി, ഞാൻ വെള്ളം കുടിച്ചിട്ട് തൊണ്ടയ്ക്ക് എന്തോ ഒരു സംശയ. ആന്റി എല്ലാരും കൂടി കബളിപ്പിച്ചതാകാനാ സാധ്യത. ഈ കള്ളിയെ തെളിവ് സഹിതം പിടികൂടി വേണം ഭാമാന്റിക്ക് മുന്നിൽ നിർത്താൻ. ഇയാളോട് ഒരു നന്ദി പറയാനായിരുന്നു. പ്രീതിയുടെ കുഞ്ഞിന്റെ വിഷയം പെട്ടെന്ന് വഴിമാറ്റി വിട്ടില്ലേ? പിടി വീണുന്ന് തന്നെ കരുതിയതാ ഞാൻ. ഞാനും അങ്ങോട്ട് പേടിച്ചു. പിന്നെ പെട്ടെന്ന് തലേ തോന്നി അങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. എന്തായാലും സംഗതി ഏറ്റു. അതിനൊരു നന്ദി പറയാനാ ഇയാളെ എന്റെ ഒപ്പം വിളിച്ച. അപ്പൊ നന്ദി പ്രകടനമൊക്കെ ഇത്ര ഉള്ളോ? ഞാൻ വെറുതെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. അതെ, രാമായണ പൂജ നടക്കുക. സത്യമേ വിളിക്കണം ഞാൻ. എന്റെ പൊന്നോ വേണ്ട. അപ്പോ ഞാൻ രാമായണം എടുത്ത് കൊടുക്കട്ടെ? എടുത്തോട്. ഇവന്മാരിതോടെ പോയി. എന്തിലാവട്ടെ. കൊടുക്ക. രാമായണത്തിൽ നിന്നും സീതാരാമന്മാരെ മനസ്സിൽ ധ്യാനിച്ച് ഞാനൊരു ഭാഗം എടുത്തു വച്ചിട്ടുണ്ട്. നമ്മുടെ പൂജാഫലസിദ്ധി എന്താണെന്ന് അതിലുണ്ടാവും. ആരെങ്കിലും മുന്നോട്ട് വന്ന് ഒന്ന് പാരായണം ചെയ്യണം. തിരുമേനി, സത്യാമ്മ വന്ന് തന്നെ പാരായണം ചെയ്തോളൂ. മോളെ, കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥാനു ദയം കർക്കടകം. അർക്കജൻ തുലാത്തിലും ഭാഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചത് ദേവകളും പെറ്റിത് കൈകേയും പുഷ്യനക്ഷത്രം കൊണ്ടേ. പിറ്റെന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ. ഭഗവാനെ,
ബഹുവിശേഷമാണ് കാണുന്നത്. ശ്രീരാമാവതാരത്തിൽ നിന്നുള്ള വരികൾ, സുഖപ്രസവം, കുഞ്ഞിന്റെ ബാലപീഡ മാറൽ എന്നീ ഫലങ്ങളാണ് ശ്രീരാമാവതാര പാരായണത്തിലൂടെ സിദ്ധിക്കുക. കുഞ്ഞെ, നിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ നിന്റെ മുത്തശ്ശിയോടത് പറയാൻ ഈ അമ്മയ്ക്ക് ഇതുവരെ കഴിഞ്ഞില്ലല്ലോ. സീതാദേവിയെ പോലെ ചൈതന്യവതിയായ ഒരു കുഞ്ഞു പിറക്കുമെന്നാണ് ലക്ഷണങ്ങൾ കാണിക്കുന്നത്. സീതാവതാരത്തിലെന്നതുപോലെ കുഞ്ഞിന്റെ ജനനവും ക്ലേശകരമായിരിക്കും. ക്ലേശത്തെ ലഘൂകരിക്കാൻ ഇവിടത്തെ കുടുംബനാഥയുടെ സാന്നിധ്യം ഉപകരിക്കുമെന്നും ലക്ഷണത്തിൽ കാണുന്നു. ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ തിരുമേനി. വൈകാതെ എല്ലാം വെളിപ്പെട്ടോളും. ഇതം പൂജ സമാപ്തം. എല്ലാവരും നന്നായി പ്രാർത്ഥിച്ചോളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ ശാരദാമ്മേ. അല്ല തിരുമേനി, എന്തെങ്കിലും കഴിച്ചിട്ട്? രാമായണ മാസമല്ലേ ശാരദാമ്മേ, അമ്പലത്തിൽ തിരക്കേറെയാ. കുടുംബശ്രീയിൽ നിന്ന് സൗകര്യമായി എപ്പോഴും കഴിക്കാമല്ലോ. ഓ ശരി. ആയിക്കോട്ടെ. എല്ലാവരെയും ഒരു കാര്യം അറിയിക്കാനുണ്ട്. ഇങ്ങോട്ട് വാ. സുസ്മിതയുടെ വിവാഹത്തിന് എല്ലാവരും എത്തണം. മറ്റന്നാളാ. ഇതിനിടയിൽ എന്തിനാ അക്കാര്യം? ശാലിനിയും വിഷ്ണുവേട്ടനും ഒക്കെ കല്യാണത്തിന് വന്നാ എന്റെ പ്ലാൻ പൊളിയും. ചിലപ്പോ കല്യാണം നടക്കുകയും ചെയ്യും. ശാരദാമ്മേ, രാജീവും ശാരിക മറക്കണ്ട. ഇല്ല സത്യമേ. ശ്യാമ, അല്ല, നിങ്ങളോട് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. വേണ്ട സത്യമേ. വാ. സത്യമേ, സത്യമേ, പ്രീതി പ്രീതി, നിനക്കും വരാം. സത്യമേ. അർജുനേട്ടൻ സത്യമേ. അർജുനേട്ടാ, ദൈവമേ,
നിനക്കെന്ത് പറ്റി? ഒരു ഊർജ്ജം ഇല്ലാത്തതുപോലെ. ഹാ, എല്ലാം പോയില്ലേ? ഉം. ആ, ആന്റിക്ക് വെറുതെ തോന്നുന്നതാ. ഞാൻ നല്ല സന്തോഷത്തിൽ തന്നെയാ. രാമായണ പൂജയെ പങ്കെടുത്തല്ലേ? ഇനി അങ്ങോട്ട് സന്തോഷം മാത്രമായിരിക്കും നിന്റെ ജീവിതത്തിൽ. ശ്രീരാമചന്ദ്രനെ പോലെ ഒരു ഭർത്താവിനെയല്ലേ മോൾക്ക് കിട്ടാൻ പോകുന്നത്? ശ്രീരാമനല്ല, രാവണൻ. എന്താ മോളെ ആലോചിക്കുന്നേ? ആ, ഒന്നുമില്ല. ആന്റി കയറ. വാ. അമ്മ വെറുതെ നോക്കി നിന്നതല്ലാതെ ഒന്നും പ്രാർത്ഥിച്ചില്ലല്ലോ. കൈ കൂപ്പിയതുപോലുമില്ല. നിന്റെ നിർബന്ധം കാരണ ഞാൻ ഇങ്ങോട്ട് വന്നത്. വരാതെ പിന്നെ? കുറച്ചു ദിവസമായി നമ്മുടെ വീട് മരണ വീട് പോലെയാ. പ്രത്യാഘാതങ്ങൾ താങ്ങാനുള്ള കരുത്തില്ലെങ്കിൽ ഇതിനൊന്നും പോകാൻ പാടില്ലായിരുന്നമ്മേ. ഞാൻ അത് പെട്ടുപോയി. പെട്ടുപോയെന്ന് പെടാൻ തുടങ്ങിയപ്പോഴേ അമ്മയ്ക്ക് മുന്നറിയിപ്പ് തന്നതല്ലേ ഞാൻ. നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട. എല്ലാത്തിനും കൂട്ടു നിന്നിട്ട് ഇപ്പൊ ഞാൻ മാത്രമായോ കുറ്റക്കാരി? കൂട്ടു നിന്നത് ശരി തന്നെയാ. പക്ഷെ ഒരു പരിധി വിടുന്നു എന്ന് തോന്നിയപ്പോഴല്ലേ ഞാൻ മുന്നറിയിപ്പ് തന്നത്. ഹേമലതയെ പോലെ ഒരാൾ രംഗത്ത് വന്നപ്പോ തന്നെ നമ്മൾ അപകടം മനസ്സിലാക്കി പിന്മാറേണ്ടതായിരുന്നു. എങ്ങനെ പിന്മാറണമെന്നാടി? നീ കണ്ടതല്ലേ എല്ലാം മുന്നിൽ നിന്നിട്ട്. തെക്കങ്കൂർ കോവിലകവുമായി ഞാനൊരു ബന്ധം ആലോചിച്ചതും ഉറപ്പിച്ചു എന്നുള്ളത് ശരിയാ. അതൊക്കെ സാധാരണ എവിടെ സംഭവിക്കുന്നതല്ലേ. അന്ന് ഹേമലത എന്നൊരാൾ ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. കുറ്റപ്പെടുത്താനാണെങ്കിൽ നമുക്കിങ്ങനെ പരസ്പരം പഴി പറഞ്ഞുകൊണ്ടിരിക്കാം. പ്രീതി ഒഴിവാക്കി വിടണമെന്നും അർജുന് രണ്ടാം വിവാഹം വേണോന്നുള്ളത് നിന്റെ കൂടി വാശിയല്ലായിരുന്നോ? അക്കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് വിയോജിപ്പൊന്നുമില്ല. സത്യഭാമയോടുള്ള അഭിപ്രായ വ്യത്യാസവും വൈരാഗ്യമൊക്കെ അമ്മ മറക്കാൻ തയ്യാറായാലും അവരുടെ മകളോട് ഞാൻ ക്ഷമിക്കില്ല. പക്ഷെ അവളിപ്പോ ജയിച്ചു നിൽക്കുക. നമ്മൾ ഭയന്നതുപോലെ അർജുനേട്ടനെ അവള് നമ്മൾ ഇന്ന് അടർത്തിയെടുത്തു. സത്യഭാമയായിട്ടും അവള് സന്ധ്യ എന്ന് അറിയാൻ കഴിഞ്ഞത്. ഇനി സുസ്മിതയുടെ കല്യാണം കൂടി കഴിഞ്ഞ പ്രീതിക്ക് മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങി. പ്രീതി അർജുനേട്ടനും സത്യഭാമയുടെ പക്ഷത്ത്. അവര് ജയിച്ചു. നീ എന്താ പറഞ്ഞു വരുന്നേ? നമുക്കൊരടി കിട്ടിയെന്നുള്ളത് ശരിയാ. പക്ഷേ അതുകൊണ്ട് നമ്മൾ വീണു പോരുത്. ഈ സമയത്ത് എഴുന്നേറ്റ് നിന്ന് പൊരുതിയില്ലെന്നുണ്ടെങ്കിൽ സത്യഭാമയും മകളും എല്ലാം കൂടി അമ്മയിട്ട് ചവിട്ടി തേക്കും. എന്താ വേണ്ടെന്ന് വെച്ചാ നീ പറ, ഞാൻ അതുപോലെ ചെയ്യാം. കിട്ടിയ അടി തിരിച്ചു കൊടുക്കണം അമ്മേ. അതിന് ഹേമലതയൊന്നും കൂട്ടുപിടിക്കണ്ട. തനിച്ചായിരുന്നപ്പോ അമ്മയ്ക്ക് ഇതിനേക്കാൾ ബലവും ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അർജുനേട്ടന്റെ വിവാഹത്തെക്കാൾ നമുക്കിപ്പോ പ്രധാനം പ്രീതിയുടെ ജീവിതം തകരുകയാ. എങ്കിലേ ഏത് കാലത്തും അർജുനേട്ടനെ തിരിച്ചു പിടിക്കാൻ ഒക്കൂ. മനസ്സിലായില്ല. സുസ്മിതയുടെ വിവാഹം ഇപ്പൊ നടക്കാൻ പാടില്ല. സുസ്മിത സത്യഭാമയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നമ്മുടെ പകുതി ബലം ചോരും. അത് തടയാൻ എന്താ വേണ്ടെന്ന് വെച്ചാ അത് ചെയ്യും. തലക്കടി കിട്ടിയ പാമ്പായിട്ടല്ല, പഴയ പുത്തേഴത്ത് വസുമതിയായിട്ട് തെളിഞ്ഞ ബുദ്ധിയോടെ ആലോചിക്കാം.